സ്നേഹാദരവോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യം വിപ്ലവത്തിലൂടെ. സെപ്റ്റംബർ 28 ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഭാഗമായ ലയൽപൂർ ജില്ലയിലുള്ള ബംഗ എന്ന ഗ്രാമത്തിലായിരുന്നു ഭഗത് സിംഗിന്റെ ജനനം. അച്ഛൻ സർദാർ കിഷൻ സിംഗ്, അമ്മ വിദ്യാവതി എന്നീ ദമ്പതിമാരുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു സർദാർ ഭഗത് സിംഗ് സന്ധു. ഭഗത് സിംഗിന്റെ ജന്മദിവസം തന്നെയാണ് പിതാവും പിതാവിൻ്റെ സഹോദരന്മാരും ജയിൽ മോചിതരായത്. ആഘോഷത്തിന്റെ ദിനമായിരുന്നു അന്ന്. थोड़ी सी धोखने वाली दक 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 सांसें, जिनमें हो जुनू जुनू वो बूंदे लाल लहू की, ये सब तू मिला मिला ले, फिर रंग तू खिला खिला ले, ये सब तू मिला मिला ले, फिर रंग तू खिला खिला ले, और मोह तू रंग दे बसंती यारा, मोह तू रंग दे बसंती. ബാബോ, മോനെ കരയില്ലേ? ഇന്ന് നിന്റെ അച്ഛൻ വരുന്ന ദിവസമല്ലേ? കരയില്ലേ മോനെ? അമ്മ ഒരു പാട്ട് പാടിത്തരട്ടെ, ഉറങ്ങിക്കോ. എന്നാണ് പേര് നൽകിയത്. അവനെ എന്റെ കൈകളിലേക്ക് ഒന്ന് തന്നേ. മോനെ, മോനെ ഫഗത്, അച്ഛനാ വിളിക്കുന്നേ, കണ്ണു തുറക്കൂ. നീയും എന്നെ പോലെ നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കണം. വന്ദേ മാതരം, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഭഗത്തിന് 12 വയസ്സ്. 1919 അമൃത്സറിൽ വെച്ച് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിപ്ലവകാരിയെ ഉണർത്തിയ ഒരു സംഭവമായിരുന്നു അത്. ബ്രിട്ടീഷ് കേണൽ ജനറൽ ഡയർ സിഖുകാർക്ക് നേരെ വെടിയുതിർത്തു. 25,000 ആളുകൾ കൊല്ലപ്പെട്ടു. തൊട്ടടുത്ത ദിവസം ക്ലാസ് കട്ട് ചെയ്ത് ഭഗത് ആ സ്ഥലം സന്ദർശിക്കുന്നു. डॉक्टर सतपाल और डॉक्टर किचलू की गिरफ्तारी को हम अजाई नहीं जाने देंगे। इस संघर्ष को हम जारी रखेंगे, इस संघर्ष को हम जारी रखेंगे, और ये संघर्ष उतनी देर जारी रहेगा जितनी देर के 2 नेता रिहा नहीं हो जाते और रोज एक्ट बिल को वापस नहीं लिया जाता। हम इन लोगों से डरने वाले लोग नहीं हैं।
डरन दी कोई लोड़ नहीं, बैठो। Should we issue a warning, sir? याद करो श्री गुरु गोबिंद सिंह। अब बैठो बैठो। They've had their warning. No meetings. अब बैठो बैठो। अब बैठो, खालसा नहीं, बैठो बैठो बैठो। Fire! ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, വന്ദേ മാതരം. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഭഗത്തിന് വയസ്സ് 20 കടന്നു. നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് സ്ഥാപിച്ചു. ഇതിന് വിപ്ലവ വീര്യം പകരാൻ ചന്ദ്രശേഖർ ആസാദും സുഖദേവ് സിംഗും രാജ്ഗുരുവും ഒപ്പം നിന്നു. ഭഗത് സിംഗിൻ്റെ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന പദം ഭാരതം മുഴുവൻ മുഴങ്ങിക്കേട്ടു. सरफरोशी की तमन्ना अब हमारे दिल में है, सरफरोशी की तमन्ना अब हमारे दिल में है, सरफरोशी की तमन्ना अब हमारे दिल में है, दिल में है। देखना है दूर कितना बाजुए का दिल में है, देखना है जोर कितना बाजुए का दिल में है, सरफरोशी की तमन्ना अब हमारे दिल में है। 1920 നാഗ്പൂർ വെച്ച് ഗാന്ധിജി കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി മാറി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ഇത്. ജാലിയൻ വാലാബാഗ് സംഭവത്തിനും റൗലത്ത് ആക്ടിനും പരിഹാരമുണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഗാന്ധിജിയുടെ സമരം അഹിംസയിലൂടെയായിരുന്നു. ചൗര ചൗര സംഭവത്തിനോടനുബന്ധിച്ച് ഗാന്ധിജി നിസ്സഹകരണ സമരം അവസാനിപ്പിച്ചു. ഭഗത് സിംഗും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കുചേർന്നു. रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम, भज प्यारे तू सीताराम. നാം ഭാരതീയർ എല്ലാവരും നിസ്സഹകരണ സമരത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ അവരുടെ സ്കൂളുകളിൽ അയക്കാൻ പാടില്ല.
അവരുടെ കോളേജുകളും ഓഫീസുകളും ബഹിഷ്കരിക്കുക. സ്വരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. അത് നാം നേടിയെടുക്കുക തന്നെ ചെയ്യും. സത്യത്തിലും അഹിംസയിലൂന്നിയ സമരമായിരിക്കണം നമ്മുടേത്. വന്ദേ മാതരം. ഇപ്പോൾ ഭഗത് സിംഗിന് വയസ്സ് 20 കടന്നു. നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് സ്ഥാപിച്ചു. ഇതിന് വിപ്ലവ വീര്യം പകരാൻ ചന്ദ്രശേഖർ ആസാദും സുഖദേവ് സിംഗും രാജ്ഗുരുവും ഒപ്പം നിന്നു. ഭഗത് സൈമൺ കമ്മീഷനെതിരെ നടത്തിയ സമരത്തിൽ ലാലാജി വധിക്കപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും ചെയ്തേ തീരൂ. നീ നമ്മുടെ ഗുരുനാഥൻ വധിക്കപ്പെട്ടെന്നോ? ഇനി കാത്തിരിക്കേണ്ടതില്ല. എന്റെ രക്തം തിളക്കുകയാണ്. ബ്രിട്ടീഷുകാരെ നമുക്ക് ഇവിടെ നിന്ന് തുരത്തണം. ഏപ്രിൽ 8 നമുക്ക് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ചെന്ന് നമ്മുടെ ശക്തി അവർക്ക് കാണിച്ചു കൊടുക്കണം. ഗുലാബ് സിന്ദാബാദ്, ഇൻഗുലാബ് സിന്ദാബാദ്, വന്ദേ മാതരം, വന്ദേ മാതരം. An officer of the Crown has been murdered in broad daylight. We really don't have a clue who killed him. We have 3 witnesses, sir. Then get me the suspects, you moron! Comb the town, block all exits. Highway checkpoints, bus stands, rail stations. Raid hostels, boarding houses. And if anybody runs, shoot the bastard. ആരൊക്കെയായിരുന്നു നിന്നോടൊക്കെ ഉണ്ടായിരുന്നത്? നീ പറഞ്ഞ് നിന്റെ ശിക്ഷയെല്ലാം ചെയ്തത് പറയും. ആരൊക്കെയായിരുന്നു അവർ? ഹറാമുകളെ ഞാൻ പറഞ്ഞില്ല. എന്റെ ജന്മനാടിനെ ഞാൻ ഒറ്റക്കൊടുത്തില്ല. സുഹൃത്തെ, നീ പറയേ, നിനക്ക് ജീവിക്കണം, മരിക്കണം. നിങ്ങൾ പറയേ, നിങ്ങളോട് ഉണ്ടായിരുന്നവരുടെ പേരുകൾ എന്ന് പറയും. भगत सिंह दफा 121 और दफा 302 के तहत फांसी. All 3 to be hanged by the neck till they are dead. धन्यवाद आपका. इनकलाब जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद.
മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. മാർച്ച് 24 നടത്താനിരുന്ന വധശിക്ഷ ജനകീയ പ്രകടനത്തെ തുടർന്ന് ഒരു ദിവസം മുമ്പ് തന്നെ നടപ്പിലാക്കുകയായിരുന്നു. അങ്ങനെ ആ 23 താരം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. അക്രമം ഒന്നിനും പരിഹാരമല്ല. നമ്മൾ ഇന്ത്യക്കാർ സംയമനം പാലിക്കണം. ഞാൻ എല്ലാ ഇന്ത്യക്കാരോടും അപേക്ഷിക്കുന്നു, ഇനി സമയം നഷ്ടപ്പെടുത്താനില്ല. എല്ലാവരും സമരത്തിന് തയ്യാറാകണം. ഞാൻ എല്ലാ ഇന്ത്യക്കാരോടും ആഹ്വാനം ചെയ്യുന്നു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അവസാനം ഗാന്ധിജിയും നെഹ്റുവും മറ്റ് സ്വതന്ത്ര സമര നേതാക്കളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്. ലോകം ഉറങ്ങുന്ന ഈ രാത്രിയിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. നാളത്തെ പ്രഭാതത്തിൽ ഇന്ത്യൻ ജനത ഉണരുന്നത് അവരുടെ പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആകണം. വന്ദേ മാതരം, വന്ദേ മാതരം.